അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ മൂവി വേൾഡ് വൈഡായി റിലീസ് ആയിരിക്കുകയാണ്. പടത്തെ പറ്റിയുള്ള പലരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെങ്കിൽ തന്നെയും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഈ ഒരു വീഡിയോയിൽ സ്പോയിലർ കണ്ടന്റ്സ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മൂവി കണ്ടിട്ടുള്ളവർ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയുടെ 4ാമത്തെ റീബൂട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. അതിൽ തന്നെ 1994-ലെ 2015-ലെ വേർഷൻസ് നല്ല അട്ടർ ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ തന്നെയും 2005-ലും അതിന്റെ കണ്ടിന്യൂഷനായി 2007-ലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോർ മൂവി നമ്മുടെ ചൈൽഡ്ഹുഡിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ഈ പടങ്ങളിലൂടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒറിജിൻ വീണ്ടും എടുത്ത് കാണിക്കാതെ ഒരു 4 മിനിറ്റ് മോണ്ടാജിലൂടെ കൃത്യമായി കാണിച്ചു തരുന്നുമുണ്ട് ഈ ഒരു ചിത്രത്തിൽ. അതാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ എർത്ത് 616-ൽ നിന്ന് വ്യത്യസ്തമായി ജാക്ക് കർബിക്ക് ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ എർത്ത് 828 എന്ന ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ നടക്കുന്ന ഈ ഒരു കഥയിൽ ഫാന്റാസ്റ്റിക് ഫോറിന് പവേഴ്സ് ലഭിച്ചതിന് ശേഷം ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫാന്റാസ്റ്റിക് ഫോറിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വില്ലന്മാരെയും കൃത്യമായി ടീസ് ചെയ്യുന്നുമുണ്ട്. അതിൽ തന്നെ മോൾമാനെ കാണിച്ചിരിക്കുന്ന വിധവും പുള്ളിക്കാരനെ വെച്ച് ചെറിയൊരു സപ്ലോട്ട് കൊണ്ടുവന്നതും മൂവിയുടെ കണ്ടിന്യൂറ്റിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. ഇനി മൂവിയിലെ ഓരോ കാസ്റ്റ് മെമ്പേഴ്സിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയുടെ ഹാർട്ട് ആൻഡ് സോൾ ആയിട്ടുള്ളത് വെനേസ കെർബിയുടെ സൂസ്റ്റോം ആണ്. ആക്ച്വലി ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ ബാക്ക് ബോൺ ആയി ഈ ഒരു മൂവിയിലുള്ളത് വെനേസ കെർബി തന്നെ. ആക്ച്വലി അനാവശ്യമായിട്ടുള്ള വോം കൾച്ചർ മാർവലിൽ കുത്തിക്കെറ്റുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എന്നാൽ ഈ ഒരു മൂവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പിൻ പോയിന്റ് വ്യത്യാസമില്ലാതെ ഒരമ്മ തന്റെ കുഞ്ഞിനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലും അതിനുവേണ്ടി ഏതൊരറ്റം വരെയും പോകുമെന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുമുണ്ട്. ആക്ടിങ്ങിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല, വെനേസ കെർബി വാസ് പെർഫെക്റ്റ്. ഇനി ഫാന്റാസ്റ്റിക് ഫോറിന്റെ ലീഡർ ആയിട്ടുള്ള റീ റിച്ചാർഡ്സ് ആയിട്ട് അഭിനയിച്ചിട്ട് പെട്രോ പാസ്കലിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇയർത്തിലെ മോസ്റ്റ് ഇന്റലിജന്റ് ബീയിങ് ആയിട്ടുള്ള റീ റിച്ചാർഡ്സിനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോർട്രേൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ മൂവിയിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ലീഡർ എന്നതിലുപരിയായി സയന്റിഫിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി വളരെയധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഇമോഷണലി എത്ര അധികം വീക്ക് ആണെന്നും കാണിച്ചു തരുന്നുമുണ്ട്. അതായത് എത്രത്തോളം ഇന്റലിജന്റ് ആണെങ്കിലും ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കുവാൻ റീ റിച്ചാർഡ്സിന് സാധിക്കുന്നില്ല, ഒരു പ്രോപ്പർ ലീഡറായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മൂവിയുടെ ഒരു ചെറിയ നെഗറ്റീവ് എന്ന രീതിയിൽ പറയാമെങ്കിൽ തന്നെയും ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് അതിനെ പറയുവാൻ സാധിക്കുകയില്ല. അതായത് റീ റിച്ചാർഡ്സിന്റെ ഈ ഒരു പ്രോബ്ലം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പല സമയങ്ങളിലും വൈഫായിട്ടുള്ള സൂസ്റ്റോം അതിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ഫൈറ്റിൽ മോൾമാനുമായിട്ട് നടത്തുന്ന പീസ് ട്രീറ്റിയും പിന്നീട് ഫ്രാങ്കിളിന്റെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷനും. ഓക്കെ, ഇനി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറിനെ നോക്കാം, ജോണി സ്റ്റോം. ഓൾറെഡി 2005-ലെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിലൂടെ ക്രിസ് ഇവാൻസിന്റെ ജോണി സ്റ്റോം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണെങ്കിൽ തന്നെയും സ്ട്രേഞ്ചർ തിങ്സിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ജോസഫ് ക്വീൻ അതിനെ മറ്റൊരു തരത്തിലാണ് പോർട്രേൽ ചെയ്തിരിക്കുന്നത്. ഒരേ സമയം ജോളിയും വളരെയധികം എൻജോയബിളും ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇന്റലിജന്റ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു സീക്വൻസ് മൂവിയിലുണ്ട്. മാത്രമല്ല ജോണി സ്റ്റോമിന്റെ തനതായിട്ടുള്ള ആ ഒരു ചാംനെസ് കൃത്യമായിട്ട് കാണിച്ചു തരുവാൻ ഈ ഒരു ആക്ടറിന് സാധിച്ചിരുന്നതാണ്. ഈ ഫാന്റാസ്റ്റിക് ഫോറിലെ 4 ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെയധികം അണ്ടർ യൂസ് ചെയ്തത് തിങ്ങിനെയാണ്. മുമ്പ് കണ്ടിരുന്ന ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഒരു മോൺസ്റ്റർ എന്ന രീതിയിലാണ് തിങ്ങിനെ എല്ലാവരും കാണുന്നതെങ്കിൽ ഇവിടെ എല്ലാവരോടും വളരെയധികം ജോളിയായി സംസാരിച്ച് നടക്കുന്ന ഒരു വേർഷനിലുള്ള തിങ്ങിനെ നമുക്ക് കാണാം. ബെൻ ഗ്രിമിന്റെ കാര്യം നോക്കുമ്പോൾ കുട്ടികളെ വെച്ച് ഒരു ചെറിയ സപ്ലോട്ട് പോകുന്നെങ്കിൽ തന്നെയും അത് കൂടുതലായി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മാത്രമല്ല ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ വിഎഫ്എക്സിന്റെ കാര്യത്തിൽ ഒരു കോട്ടോ സംഭവിക്കാതെ കോമിക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ പുൾ ഓഫ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. ഇനി മൂവിയുടെ വില്ലൻ ദ ഗലാക്ടസ്. എന്റെ ആ ഒരു സ്ക്രീനിൽ പുള്ളിയെ കാണുമ്പോൾ തന്നെ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ തോപ്പിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. പുള്ളിയെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ ഇവിടെ ഗലാക്ടസിനെ ഒരു ഫുൾ വില്ലൻ എന്നതിലുപരിയായി യൂണിവേഴ്സിന് മുമ്പേ ജനിച്ച് ഇത്രയും നാളും ജീവിച്ച് ഇനിയും ഈ ഒരു പണി തനിക്ക് ചെയ്യാൻ വയ്യാതെ തനിക്ക് വേണ്ടി ഒരു പുതിയ സക്സസറിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെ നിൽക്കുന്ന ഗലാക്ടസിനെ നമ്മൾ കാണുന്നതാണ്. അതാരാണെന്ന് മൂവി കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും, ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. ആക്ച്വലി കോമിക്സിലും ഇതുപോലെ ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി ഗലാക്ടസിന്റെ ഹെറാൾഡായി വന്നിട്ടുണ്ടായിരുന്ന ഷാലാബെൽ അഥവാ ഫീമെയിൽ സിൽവർ സഫർ ഒബ്വിയസ്ലി വളരെ സൂപ്പർ ഓവർ പവർഡ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഈ ഒരു മൂവിയിൽ ഫീമെയിൽ സിൽവർ സഫറിനെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം നെഗ് അടിച്ചുവെങ്കിൽ തന്നെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നോറിൻഡാർഡിന് പകരമായി ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് മൂവി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കമ്പാരിറ്റീവ്ലി മെയിൽസിനേക്കാളും ഫീമെയിൽസ് എത്രത്തോളം ഇമോഷണലി ഡിപെൻഡന്റ് ആണെന്നുള്ള കാര്യം ജോണി സ്റ്റോമുമായിട്ടുള്ള ഇന്ററാക്ഷൻ സീക്വൻസിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് തന്നെയാണ്. അതുപോലെ സിൽവർ സഫറിന് ഒരു ചെറിയ റിഡംഷൻ ആർക്ക് കൊണ്ടുവരുന്നെങ്കിലും അത് കൺവിൻസ് ചെയ്യുന്നതിൽ സ്ക്രിപ്റ്റ് പരാജയപ്പെട്ടു. അത് ആക്ച്വലി നെഗറ്റീവ്
നെഗറ്റീവ് സൈഡിൽ പറയേണ്ടതാണ് എങ്കിൽ തന്നെയും ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോൾ ആ കൂടെ അങ്ങ് പറഞ്ഞു പോയി. ഇനി ഈ മൂവീസിന്റെ മെയിൻ ആയിട്ടുള്ള ചില പോസിറ്റീവ്സ് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്ന റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ വേൾഡ് ബിൽഡിംഗ് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഈവൻ ഈ ഒരു കഥ നടക്കുന്നത് 60s അവിടുത്തെ ടെക്നോളജീസും ബാക്കിയുള്ള കാര്യങ്ങളും എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്നും മൈന്യൂട്ട് ഡീറ്റെയിൽസിലൂടെ കാണിച്ചു തരുന്നുമുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് VFX. അതിൽ തന്നെ ഗലാക്ടസിന്റെ സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെ. പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ ആ ഒരു ഗ്രാൻഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ ദോ ഇന്റർസ്റ്റെല്ലർ ഫാൻസിനെ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ചെറിയൊരു വാം ഹോൾ സീക്വൻസും കാണിച്ചിട്ടുണ്ട്. അതിലെ VFX വർക്കുകളാണെങ്കിലും ടോപ്പ് നോച്ച്. പിന്നെ VFXന്റെ കാര്യം വന്നപ്പോൾ ചെറിയൊരു സ്ഥലത്ത് ഇവർക്ക് പാളിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ചിലയിടങ്ങളിൽ മാത്രം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കാണിക്കുമ്പോൾ എന്തോ എവിടെയോ ഒരു ചെറിയ പെശ കൊള്ള പോലെ തോന്നും. ആ ഒരു പ്രദേശത്ത് മാത്രമാണ് നമുക്കൊരു ചെറിയ VFX പോരായ്മയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് ആണ് ഈ ഒരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മാർവലിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കേൾക്കുന്നത്. സ്പൈഡർമാൻ മൂവീസ് മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് എന്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാർവലിൽ നിന്ന് അവസാനമായിട്ട് കേട്ടത് ഷാങ്ചി ലെജൻഡ് ഓഫ് ടെൻ റിംഗ്സിൽ നിന്നുമാണ്. ഈവൻ ദോ വക്കാണ്ട ഫോർ എവറിലും ലവ് ആൻഡ് തണ്ടറിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന മ്യൂസിക് അതിന് മുമ്പേ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന മ്യൂസിക്കിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മൂവിയുടെ മ്യൂസിക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഇനി മൂവിയുടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. അതായത് ഒരു വില്ലൻ തനിക്ക് വേണ്ട ഒരു കാര്യം നേടിയെടുക്കാനായി എർത്തിലേക്ക് വരുന്നു എന്നൊരു ബേസിക് പ്ലോട്ട് വെച്ച് അതിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഫാമിലി എലമെന്റ്സും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്സും എല്ലാം കാണിച്ചു വെച്ച് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ലെവലിൽ തന്നെ സ്റ്റോറി കാണിക്കുന്നെങ്കിൽ തന്നെയും അതിൽ ചിലയെടുത്ത് പാടിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിൽവർ സഫറിന്റെ മനംമാറ്റം. ഓൾറെഡി ഷാലാബെല്ലിന്റെ ഒറിജിൻ ടീസി എന്ന രീതിയിൽ കാണിക്കുന്നെങ്കിൽ തന്നെയും ജോണി സ്റ്റോമിന്റെ എൻകൗണ്ടറിനോടൊപ്പം താൻ ഇതുവരെ നശിപ്പിച്ചിട്ടുള്ള ഏലിയൻ സ്പീഷീസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനം മാറുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഇൻമെച്യൂർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. അതുപോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഗലാക്ടസിന്റെ ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നു. ശരിയാണ്, ചില പ്രശ്നങ്ങളും പോരായ്മകളും മൂവിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രോപ്പർ പർപ്പസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിയിലൂടെ അതിനെ മാക്സിമം കവർ ചെയ്യുവാനായി മൂവിക്ക് സാധിക്കുന്നതാണ്. ഇനി മൂവിയിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മൂവിയിൽ ആക്ഷൻ സീക്വൻസ് വളരെ കുറവാണ്. ആകപ്പാടെ ഗലാക്ടസിന്റെ ഷിപ്പിലുള്ള ഫൈറ്റും പിന്നെ ഫൈനൽ ഫൈറ്റും. ഒരു തരത്തിൽ ഇതൊരു സൂപ്പർ ഹീറോ ആക്ഷൻ മൂവി അല്ല, മറിച്ച് ഒരു സൂപ്പർ ഹീറോ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രാമ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ചിലർക്ക് ഇത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാകാം, ചിലർക്ക് ഇത് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാകാം. എന്നാലും എനിക്ക് കുറച്ചുകൂടി ആക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മൂവി ബെറ്റർ ആയേനെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പല വീഡിയോസിലൂടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ് മൂവിയുടെ അവസാനം സംഭവിച്ചത്. എന്തായാലും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫൈനൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അതൊരു ചെറിയ കാർട്ടൂൺ സീക്വൻസ് ആണെങ്കിലും മൂവിയിൽ ഓൾറെഡി കാണിക്കാനിരുന്ന റെഡ് കോസ്റ്റിന്റെ ക്യാരക്ടറിനെ ചെറുതായിട്ട് ടീസ് ചെയ്ത് പോയി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. എന്നാലും ചെറിയൊരു ടൈം വേസ്റ്റ് തന്നെയായിരുന്നു. ഒരു ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ മൂവിയിൽ എനിക്ക് എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇന്റലിജൻസിന്റെ കാര്യം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തെങ്കിലും റീ റിച്ചാർഡ്സിന്റെ പവേഴ്സിനെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ബേസിക് ലെവലിലുള്ള സ്ട്രെച്ചിങ് മാത്രമാണ് റീ റിച്ചാർഡ്സ് ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മേ ബി ഫ്യൂച്ചർ മൂവീസിൽ ഇതിന്റെ ബാക്കി വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ തന്നെയും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചെക്കൗട്ട് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.